മല്ലിക സുകുമാരൻ ചേച്ചി, എന്നോടെന്തെങ്കിലും ദേഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എന്നോട് തീർക്ക്. എന്തിനാണ് ആവശ്യമില്ലാതെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെയൊക്കെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? ഏ അല്ല, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നാനുള്ള കാരണം എന്താണ്? ലക്ഷ്മിപ്രിയയെ പറ്റി ഞാൻ സംസാരിക്കുന്നത് കൊണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റ സഹോദരി സുഹൃത്ത് ശ്വേതാ മേനോനെ പറ്റി ഞാൻ സംസാരിക്കുന്നതിലോ? അതാണോ നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യത്തിനുള്ള കാരണം? സി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയകരിയായ മല്ലിക ചേച്ചി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ലക്ഷ്മിപ്രിയയെ പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള തെളിവുകൾ കാണിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ആരെങ്കിലും പറഞ്ഞൊരു കാര്യം എൻ്റെ ചെവിയിൽ കിടന്നിട്ട് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നതെങ്കിൽ, ചേച്ചി ഇങ്ങനൊരു കാര്യം കേട്ടല്ലോ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഈ പറയുന്നതിനകത്തൊക്കെ വല്ല സത്യവും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, AMMA താരസംഘടനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൊത്തത്തിൽ നാക്കിനൊരു മിസ്റ്റേക്കിടെ തെറ്റിപ്പോകുന്നു ചില വാക്കുകൾ. അത് വേറൊന്നും കൊണ്ടല്ല, പേടിച്ചിരിക്കുക, പേടിച്ച്. മല്ലിക ചേച്ചി, ശ്വേതാ മേനോൻ ജി, ലക്ഷ്മി ചേച്ചി, എല്ലാവരും കൂടെ എന്നെ അങ്ങ് മൂക്കി കയറ്റി കളയും ചിലപ്പോൾ. പ്രിയപ്പെട്ടവരെ, വീഡിയോ നമ്മുടെയൊക്കെ ഇല്ലാതാക്കാൻ പല ദുഷ്ടശക്തികളും ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊക്കെ ക്ലിക്ക് ചെയ്യുക. മാക്സിമം വീഡിയോ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. ഓക്കെ, കാരണം ചിലർക്കൊക്കെ പൊള്ളുന്നുണ്ട് നമ്മുടെ വീഡിയോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. വ്യക്തമായിട്ട് സിനിമയിലെ പല താരങ്ങളും നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട് ഇപ്പോൾ. അതിൻ്റെ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം, ഉദാഹരണം എന്നല്ല, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കുറച്ചു മുമ്പ് ഒരു ചാനലിൽ നമ്മുടെ മല്ലിക ചേച്ചി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ആരെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യമില്ലാതെ രേണുസുതിയൊക്കെ വലിച്ചടയ്ക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ രേണുസുതിയുടെ വീഡിയോകൾ ചെയ്തുകൊണ്ടോ, അവരുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തതുകൊണ്ടോ? അതിനിപ്പോൾ എന്താ ഇത്ര തെറ്റിരിക്കുന്നത്? രേണുസുതിയോ അല്ലെങ്കിൽ അമ്മ എന്ന താരസംഘടനയോ മാത്രമൊന്നും അല്ല ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ വേറെ പല കണ്ടന്റുകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഒന്ന് പോയി മല്ലിക ചേച്ചി നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പല കണ്ടന്റുകൾ ചെയ്യാറുണ്ട്, സോഷ്യൽ ട്രെൻഡ് ആയിട്ടുള്ള പല കണ്ടന്റുകളും ചെയ്യാറുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ രമേശ് ഏട്ടൻ, പിഷുവിൻ്റെ സ്വന്തം ശ്വേത ചേച്ചിയും കൂടെ സംസാരിക്കുന്ന ഒരു വോയിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്വേത ചേച്ചി തന്നെ ആയിരിക്കും, ഉറപ്പാണ്. അത് റെക്കോർഡ് ചെയ്ത് പുറത്തിട്ടുണ്ട്. പക്ഷേ ശ്വേത ചേച്ചി വീണ്ടും മണ്ടത്തരോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു കാര്യം, പറയണമല്ലോ, അത് എടുത്തു പറയണമല്ലോ. അത് കുറച്ച് ഭാഗങ്ങൾ ഒരുപാടുണ്ട്. മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് സംശയങ്ങളുണ്ട്. കൂടാതെ മല്ലികാമ്മ, എൻ്റെ പൊന്നു മല്ലികാമ്മ, നിങ്ങൾ ശ്വേതാ മേനോനെ സപ്പോർട്ട് ചെയ്യാൻ ചെന്നു, അടുപടലം 3G ആയി. വേറെ ഒരു മാർഗ്ഗമില്ല, നിങ്ങൾക്ക് രാജിവെച്ച് നിങ്ങൾ ഇറങ്ങിപ്പോയി, കഴിഞ്ഞു പരിപാടി. വീണ്ടും അവരെ താങ്ങാൻ ചെന്ന് നാണം കെടാതിരിക്കുക, വളരെ മാന്യതയോടുകൂടി, നിങ്ങളോടുള്ള ഒരു സ്നേഹത്തോടു കൂടി. കാരണം മല്ലിക ചേച്ചി എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയും കൂടിയാണ്. പേഴ്സണൽ ലൈഫിൽ ഭയങ്കര നല്ലൊരു വ്യക്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കളികൾ. മനസ്സിലായില്ലേ? വെറുതെ നിങ്ങൾ അങ്ങോട്ട് പോയി ഇവരെ എടുത്ത് തലവെക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു പെൺകുട്ടിയെ പറ്റി ഈ ഒരു ടീം അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ കഥകളൊക്കെ മല്ലിക ചേച്ചിയും കേട്ട് കാണും. മല്ലിക ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. ഇപ്പം ശ്വേതാ മേനോൻ കഴിഞ്ഞ മുന്നേ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു വോയിസ് ക്ലിപ്പിൽ ആ ഒരു പിഷാരോട് ഒരു സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സ്ത്രീ സ്ത്രീ സ്ത്രീ. എന്താണ് ഇത്രയ്ക്ക് സ്ത്രീക്ക്? അല്ല, എനിക്ക് സത്യം പറഞ്ഞ ഫസ്റ്റ് എൻ്റെ തലയിൽ വന്നതാ, എന്താണ് ഇത്ര സ്ത്രീക്ക്, എന്താണ് ഇത്ര പ്രത്യേകത? തുല്യതയാണ് വേണ്ടത്. സ്ത്രീക്ക് മുൻഗണന കൊടുത്താണ് ഇവിടെ പുരുഷന്മാർ മുടിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഒരു വാക്കിന് വിലയില്ല, പുരുഷന്മാരുടെ വാക്കിന് വിലയില്ലാതാക്കി കളഞ്ഞു. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഓക്കെ, മുൻഗണന അവൾ പറയുന്നതിനെ ഉള്ളു വില, പുരുഷന്റെ വാക്കിന് വിലയില്ല. ആ ഒരു അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. വേണം, നമ്മളെക്കാട്ടിലും കുറച്ച് സ്ത്രീകൾക്ക് കൊടുത്തോ എന്ന് വെച്ചിട്ട് അങ്ങ് നമ്മളെ ഇല്ലാതാക്കുന്ന പരിപാടിയിലേക്ക് പോകുന്നു. എവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും സ്ത്രീ എന്ന് പറയുന്ന ഒരു ടാഗ് എടുത്തു വെച്ചോണ്ട് അങ്ങ് പോകുക.
സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് ചില സ്ത്രീകൾ ഈ സ്ത്രീ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതിനു മുമ്പ് നമ്മുടെ രമേശ് ഏട്ടനും ശ്വേത ചേച്ചിയുമായി ഇന്നലെ നടന്ന ഒരു സംഭാഷണം അത് കുറച്ച് നമുക്ക് കേൾക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. മല്ലിക ചേച്ചിയൊക്കെ പിന്നത്തേക്ക് വെച്ചേക്കാണ്. രേണുസുതിയൊക്കെ വയ്യാതെ അവർ കിടക്കുക. എൻ്റെ അറിവിൽ ഈ അടുത്തായിട്ട് റിയാക്ഷൻ വീഡിയോ എന്നെപ്പോലുള്ള ആളുകൾ, വേറെ ഒരുപാട് ആളുകളുണ്ട് സ്ഥിരം രേണുവിനെ ചെയ്യുന്നവരാണെങ്കിൽ പോലും, അവർ പോലും ഒരു പരിധിയിൽ കൂടുതൽ അവരെ അങ്ങോട്ട് വലിച്ചിട്ടിട്ട് തേജോധം ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ഒരു അസുഖമുണ്ട്, മനസ്സിലായോ? മല്ലിക ചേച്ചിയെ പോലുള്ളവരൊക്കെ എന്തിനാണ് അവരെ വലിച്ച് ഈ ഒരു ടോപ്പിക്കിലേക്കൊക്കെ വലിച്ചിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് നമ്മളെ അടിക്കാലോ, അടിക്കുക നിങ്ങൾ. രേണുവിനെ പിടിച്ചിട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം, ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യാനോ പിടിക്കാനോ ഒന്നും അല്ല, ആരും അത് വിചാരിക്കുകയും വേണ്ട. പക്ഷെ ഒരു നിമിഷം ഞാൻ ആലോചിച്ചു, അയ്യോ എന്തിനാണ് ഇപ്പോഴും. എന്താണെങ്കിലും നമുക്ക് പിഷുവും രമേഷ് പിഷാരടി, പിഷുവും രമേഷ് പിഷാരടി എന്ന് മൊത്തത്തിൽ തെറ്റു എനിക്കറിയാൻ പാടില്ല. എൻ്റെ ലക്ഷ്മി ചേച്ചിയെ പറ്റി എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് ഒരു വീഡിയോയിൽ ലക്ഷ്മിപ്രിയ എന്ന് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ മൊത്തം ഇപ്പം തടയുകയാണ്. എന്താ ചേച്ചി ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ നമ്മുടെ നീന ഗ്രൂപ്പിനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ആരോ അടിച്ചോണ്ട് പോയി പുറത്ത് വിട്ടതാണെന്നൊക്കെയോ അങ്ങനെയൊക്കെ കേൾക്കുന്നല്ലോ ചേച്ചി. ചേച്ചിക്കും കയ്യിൽ നിന്ന് പോയല്ലേ, ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി അല്ലേ, അത് വിചാരിച്ചില്ല ഈ സാധനമൊക്കെ പുറത്തു വരുമെന്ന്. പോട്ടെ. അപ്പം ശ്വേതയും പിഷാരടിയും കേൾക്കാം. കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഗണേശനൊക്കെ വിട്ട് തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. വന്ന് നമ്മൾ അറിയിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. പിഷു പ്രൂവ് ചെയ്യാൻ എന്ത് വീഡിയോ പിഷു ഇരിക്കുന്നേ? പിഷു എന്ത് വീഡിയോ ഇരിക്കുന്നേ? പിഷു എന്തുവാ ചേച്ചിയോട് ചോദിച്ചേ? പബ്ലിക്കായിട്ട് അങ്ങോട്ട് നിന്ന് കൂവുക, ഞാൻ രാജിവെച്ചു, ഞാൻ ഇനി അമ്മയിലില്ല എന്നും പറഞ്ഞ് വലിയ വീരവാദവും മുഴക്കി ഇറങ്ങിപ്പോയതിനെയാണ് പിഷു ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ പബ്ലിക്കായിട്ട് നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഉടനെ പിഷു ഞാനത് വീഡിയോ പ്രൂഫ് ഉണ്ട് പിഷു പ്രൂഫ് ഉണ്ട് വീഡിയോ പ്രൂഫ്. എന്ത് വീഡിയോ പ്രൂഫ്? ചോദ്യത്തിനുള്ള മറുപടി കൊടുക്ക്. നിങ്ങളുടെ അപ്പോഴത്തെ മാനസിക നില അത് വിട്. അത് മാനസികാവസ്ഥ നിങ്ങളുടെ മാനസികാവസ്ഥ എല്ലാവരും കൂടെ നിങ്ങളോട് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബിബി ഇറങ്ങി ഓടി. അതാണ് മാനസികാവസ്ഥ അല്ലേ? പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഉടനെ വീഡിയോ പ്രൂഫ് ഉണ്ടെന്ന്. എന്തിന് വീഡിയോ പ്രൂഫ്? നിങ്ങളുടെ മാനസികാവസ്ഥ മാറി നിങ്ങൾ അവിടുന്ന് സങ്കടം വന്ന് ഇറങ്ങി ഓടിയപ്പോഴത്തേക്ക് പറഞ്ഞു പോയതാണേ. അവരെല്ലാവരും കൂടെ എന്നെ അങ്ങനെ തേജോവധം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എല്ലാം കൂടെ ഇട്ടെറിഞ്ഞങ്ങ് പോകാൻ തോന്നി, അങ്ങനെ ഞാൻ രാജിവെച്ചെന്നും പറഞ്ഞ് ഇറങ്ങി പോയതാണേ എന്ന് പറയാനാണോ? അതൊക്കെ വിടൂ. തിരിച്ചെന്തിനാ ചേച്ചി, തിരിച്ചെന്തിന് നിങ്ങൾ ആ സ്ഥാനത്തേക്ക് കയറാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എന്തിന്? നിങ്ങളുടെ മാനസികാവസ്ഥ ഇത്രയും വഷളാക്കിയ ഒരു സ്ഥലത്തേക്ക് എന്തിന് നിങ്ങൾ തിരിച്ചു വീണ്ടും നുഴഞ്ഞു കയറാൻ ഇപ്പം കിടന്ന് കളി കളിക്കുന്നു? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങളെ ആരൊക്കെയോ എന്തൊക്കെയോ തെറി പറഞ്ഞു, നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടായി, മാനസികാവസ്ഥ പോയി, ആകെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് രാജീവ് ഇറങ്ങി ഓടിയത്. വീണ്ടും ആ സ്ഥലത്തേക്ക് ആരെങ്കിലും കയറി ചെല്ലുമോ? നിങ്ങളെ അങ്ങനെ മാനസികമായിട്ട് അവർ ഉപദ്രവിച്ചതാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുമോ? നിങ്ങൾക്ക് എന്താണോ തെളിയിക്കാനുള്ളത് പുറത്തു നിന്ന് തെളിയിക്കുക, അതല്ലേ ചെയ്യേണ്ടത്? പക്ഷെ ഇപ്പൊ ചേച്ചിക്ക് ഓടി കയറിയേ പറ്റത്തുള്ളൂ, എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറണം. എന്തുകൊണ്ടാ? ആരോടെങ്കിലും ഒക്കെ നേരത്തെ ഡീല് വെച്ചിട്ടുണ്ടായിരുന്നോ? ആ ഡീല് മുഴുവിക്കാൻ പറ്റിയില്ല. ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങോട്ട് ചാടി ഇറങ്ങി. എങ്ങനെയെങ്കിലും ഇപ്പം പുറയിലുണ്ടായിരുന്ന ആൾക്കാർ കുത്തുന്നുണ്ടായിരിക്കും. നീ പറഞ്ഞല്ലേ, നീ കയറ്, രാജ്യസഭ ഇലക്ഷൻ വേണ്ട, സീറ്റ് വേണ്ടേ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞോ? ആണോ ചേച്ചി? യൂഷ്വൽ സൈക്കോയുടെ തനി സ്വരൂപം ഉണർന്ന് ചേച്ചി. ഇനി കള്ളി മാറണം. നമുക്ക് ബാക്കി കേൾക്കാം. നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്
എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞൂന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങൾ എല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. അവർ എന്ത് പറയും അറിയാമോ? നിങ്ങൾ ആദ്യം പറയും ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല, ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന്റെ മുമ്പ് തന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന്റെ മുമ്പേ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ബാബുരാജേട്ടൻ തുടങ്ങി. എന്നെ സമ്മതിച്ചല്ല പറയാൻ. ഓക്കെ, അതോടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ശ്വേത മേനോൻ, നിങ്ങൾ ഈ കഴിഞ്ഞ 21-ാം തീയതി ജനറൽ ബോഡി കഴിഞ്ഞ് അവിടുന്ന് രാജിന്നും പറഞ്ഞ് ഇറങ്ങി ഓടിയതാണ്. ആ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് ഓഡിയോ പ്രൂഫ്, വീഡിയോ പ്രൂഫ് ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? നിങ്ങൾ തിരിച്ച് ഈ അടുത്ത് വല്ലതും ചെന്നായിരുന്നു അങ്ങോട്ടേക്ക്? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് ആരെങ്കിലും അവിടെ ഉള്ള ഈ വീഡിയോ ഒക്കെ അവിടെ റെക്കോർഡിംഗ് ആണെന്നാണ് പറയുന്നത്, ആരെങ്കിലും നിങ്ങൾക്ക് എടുത്തു തന്നോ? അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ രാജിവെച്ചു എന്നും പറഞ്ഞ് ഒഫീഷ്യലി ഇട്ടിട്ടില്ല എങ്കിൽ പോലും അവിടെയുള്ള എല്ലാ ആൾക്കാരും ജനങ്ങൾ ഉൾപ്പെടെ അറിഞ്ഞതാണ് നിങ്ങൾ അവിടുന്ന് രാജിവെച്ചു എന്നുള്ളൊരു വാക്ക് കേട്ടതാണ് എല്ലാവരും. അങ്ങനെ നിങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടും പിന്നെ അവിടുത്തെ CCTVയിലുള്ള വിഷ്വൽസ് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി? അത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പലതും ചെയ്യത്തില്ലേ? നിങ്ങളെ എന്തിനു ഞങ്ങൾ വിശ്വസിക്കണം? റൈറ്റ് അല്ലേ? എന്തിനു ഞങ്ങൾ വിശ്വസിക്കണം? നിങ്ങളിതുപോലെ പലതും കാണിക്കുന്നുണ്ടെങ്കിലോ? ബാക്കി കേൾക്കാം ശ്വേത ചേച്ചി, തുടങ്ങിയതേ ഉള്ളൂ ചേച്ചി. ബാക്കി മെല്ലെ മെല്ലെ മൊല്ലമാ സൊല്ലാം, എല്ലാമേ സൊല്ലാം ചേച്ചി. കേക്ക്. എങ്ങോട്ടൊക്കെയാണോ ഞാൻ പോണത്? അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യമായിട്ട് നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള്, വിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടിയൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് തൊലിക്കട്ടിയൊന്നും ഇല്ല കേട്ടോ. ഇനി എന്താ ഞാൻ പറയേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇനി എന്താ ഞാൻ പറയേണ്ടത്? ചേച്ചി ബോംബെക്കാരി ആയതുകൊണ്ട് മലയാളം അറിയാതെ അങ്ങ് നാക്ക് അങ്ങനെ എടുത്താൽ മതിയോ? അല്ല, അങ്ങനെ എടുത്താൽ മതിയെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാം, നിങ്ങൾ അങ്ങനെ എടുക്കുമോ? എനിക്ക് തൊലിക്കട്ടിയൊന്നും ഇല്ല കേട്ടോ. അതെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ചേച്ചിക്ക് യാതൊരു തൊലിക്കട്ടി. പിന്നെ ബാബുരാജ് എന്താ ഓണോ ഇങ്ങനെയാണോ ശരിക്കും ബാബുരാജ് സംസാരിച്ചത്? എന്താ പറഞ്ഞതെന്ന് ചേച്ചി ഞങ്ങളോട് പറയാൻ പറ്റുന്നില്ലേ? അറിയത്തില്ലേ? മറന്നുപോയോ? തൊലിക്കട്ടി ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇച്ചിരി തൊലിക്കട്ടി ഉള്ളവരാണെങ്കിൽ പോയ വഴിയേ പോകും, പിന്നെ മറ്റേ തിരിച്ചു വരത്തില്ല ഒന്നും തെളിയിക്കാനായിട്ട്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ്. മനസ്സിലായോ? ഇത്തിരി നാനോ മാനോ മുള്ളുപ്പോ ഉള്ളവരൊക്കെ ആണെങ്കിൽ പോടാ എന്തെങ്കിലുമൊക്കെ കാണിക്കടാ ഞാൻ പോകാമെന്നും പറഞ്ഞ് ആ വഴിയേ വിടും. ഇത് എന്തോ നോക്കിയിരിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും തിരിച്ചകത്തോട്ട് ഇടിച്ചു കയറാനായിട്ട്. ബാക്കി കറക്റ്റായിട്ട് ഇന്നലെ നമ്മുടെ പിഷാരടിയും ഗണേഷ് കുമാറും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടു. അപ്പം തന്നെ പോസ്റ്ററൊക്കെ എഴുതിയിടുന്നു, പിഷാരടിയെ വിളിക്കുന്നു, നാളെ മീറ്റിങ്ങിൽ ഞാനും വരും, എനിക്ക് കയറണം. എന്താ ബാക്കി കേൾക്കാം നമുക്ക്. കോമഡിയാ. എന്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത് അമ്മ അസോസിയേഷൻ എന്ന നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു പറയോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്വേത സോറി എന്ന് പറഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് വിളിച്ചു. ഞാൻ പറഞ്ഞു ഒരു മെമ്പറിന്റെ പേര് പറയാം, ഒരൊറ്റ മെമ്പറിന്റെ. പക്ഷെ ചേച്ചി വിളിച്ചിട്ടുണ്ട്, പല താരങ്ങളെയും വിളിച്ചിട്ടില്ലേ? വിളിച്ചിട്ടുണ്ട് ഇല്ലേ? സംശയം ചോദിക്കുക. ഇല്ല ചേച്ചി വിളിച്ചിട്ടില്ല. ചേച്ചി പല ആൾക്കാർ, പല മെമ്പേഴ്സൊക്കെ വിളിച്ചെന്ന്. ഒരാളുടെ പേര് പറ. എന്താ പേര് പറയാഞ്ഞേ? പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ശ്വേത ചേച്ചി റെക്കോർഡ് ചെയ്യുന്ന കോള. ഓക്കെ, ശ്വേത ചേച്ചി റെക്കോർഡ് ചെയ്യുന്ന കോള. സോ ഇതിലെ ഭൂരിഭാഗവും ചേച്ചിക്ക് സപ്പോർട്ടറായിട്ടുള്ള കാര്യങ്ങളെ കാണുകയുള്ളൂ. അത് നമ്മൾ സാധാരണക്കാരെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. സിനിമാക്കാരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടും കൂടെ. ഓക്കെ, ശ്വേത ചേച്ചി റെക്കോർഡ് ചെയ്ത കോള.
അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് കാണുകയുള്ളൂ. അത് നമ്മളെല്ലാവരും ആലോചിക്കണം. എന്നാൽ ചേച്ചിക്ക് ബുദ്ധി കൂടിയത് കൊണ്ട് തന്നെ ഇതിൽ തന്നെ ചേച്ചിയുടെ മണ്ടത്തരമൊക്കെ ചേച്ചി തന്നെ വിളിച്ചു പോകുന്നുണ്ട്. ചേച്ചി എന്തിനാണ് ഈ കോൾ റെക്കോർഡ് ചെയ്തത്, ചേച്ചി എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും തിരിച്ച് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചേച്ചിക്ക് തിരിച്ചു വരണം. പക്ഷേ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി. കാരണം ജനങ്ങൾ മണ്ടന്മാരല്ല. ആ ഒരു പിഷാരടി ഉൾപ്പെടെയുള്ള അമ്മയിലെ മെമ്പേഴ്സ് അവരും പൊട്ടന്മാരല്ല. അതുകൊണ്ട് ഓക്കെ, കളി ബോംബെയിൽ നടക്കും, കൊച്ചിയിൽ നടക്കില്ല. അതാ പറ്റിപ്പോയത്. പ്രശ്നം അവിടെയാ. ബാക്കി എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു, ഇനി ഒരു സ്ത്രീക്ക് സ്ഥാനം കിട്ടുമോ? സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. ലക്ഷ്മിപ്രിയ, അൻസിബ, മറ്റേ മൂക്കുത്തിയിട്ടൊക്കെ ഉള്ള പെണ്ണ്, ഇവര് തുടങ്ങി പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നുള്ളതായില്ലേ? അല്ല, അത് മനസ്സിലായി പിഷു. അതല്ലേ ഞാൻ പറഞ്ഞു. ഞാനിപ്പോ പിഷുവിനോട് ബാക്കി കേൾപ്പിക്കാമേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്ത്രീ വന്ന എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഞാനത് പറയില്ല. മനസ്സിലായില്ലേ? ഞാനത് പറയില്ല. പറയുന്നവർ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പല കമൻറ്റ് ബോക്സിലും പല ആളുകളും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു സാധനം പറയില്ല. സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ഇപ്പം അൻസിബയുടെ കേസ് തന്നെ എടുത്തോളുക. ഞാൻ പേഴ്സണലി അറിഞ്ഞ കാര്യങ്ങളാണ്. അവിടെ ഉള്ള ഒരുപാട് അമ്മമാർക്ക് പേഴ്സണലി വിളിച്ച് അൻസിബ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ എവിടെയോ. അമ്മമാരെ വിളിക്കുന്നു, അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നു, പ്രോപ്പറായിട്ട് മെഡിസിൻസ് എത്തിക്കുന്നു. എന്തിന്? കഴിഞ്ഞ ദിവസം ഡോക്ടർ റോണിയുടെ ഇൻ്റർവ്യൂവിൽ അയാൾ വരെ പറഞ്ഞു അൻസിബ പ്രോപ്പറായിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, പിന്നെ എന്തിനാ അൻസിബ മാറ്റിയത്? അവൾ തന്നെ ചെയ്യത്തില്ലായിരുന്നു. പിന്നെ എന്തിനവളെ മാറ്റി? അവളെ മാറ്റിയില്ലെങ്കിൽ കൈയിട്ട് വാരലും നടക്കത്തില്ല. അതുകൊണ്ട് ഇല്ലെങ്കിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ എന്തിനു മാറ്റണം? നിങ്ങൾ പറ. നമുക്ക് ബാക്കി കേൾക്കാം. ശ്വേത ചേച്ചിയുടെയൊക്കെ കഥകൾ. എൻ്റെ പൊന്നാര ശ്വേത ചേച്ചി, ബാക്കി കേൾക്കട്ടെ ഞങ്ങള്. എന്താ പറഞ്ഞേ? ഞാൻ കമ്മിറ്റിയിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് നിർബാധിത്വം, നിങ്ങൾ എലക്ഷൻ പ്രഖ്യാപിച്ചോളൂ, ഞാൻ തന്നെ പ്രഖ്യാപിക്കാൻ റെഡിയാ. പക്ഷേ നിങ്ങൾ നമുക്ക് ഇത് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ നിർബാധിത്വം, നമ്മൾ നമ്മുടെ കണക്കും, നമ്മൾ നമ്മുടെ ഒരു അമ്മ ഡ്യൂട്ടി ഒന്നും റോങ് ആയി ചെയ്യില്ല. ഇപ്പൊ കൈനീട്ടം എല്ലാം നമ്മൾ അയച്ചു. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് ഇത് തരാനുള്ള അധികാരമില്ലെന്ന്. അതെ, ഓക്കെ, ശരി. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ചേച്ചിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. കേട്ടല്ലേ? ഇതിനകത്തുനിന്നൊക്കെ എനിക്കത് മനസ്സിലാവുന്നത്. ചേച്ചിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. അതിനുള്ള ഞങ്ങളെല്ലാം കറക്റ്റായിട്ട് ജൂലൈ 1 കറക്റ്റായിട്ട് ഞങ്ങൾ കൈനീട്ടം കൊടുത്തു, എല്ലാം ചെയ്യുന്നുണ്ട്. ചേച്ചി, ഇത്രയും കാലം കൊടുത്തതിൻ്റെയും മേടിച്ചതിൻ്റെയൊക്കെ കണക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൂടാതെ അൻസിബയുടെ അലിഗേഷൻസ്, അതിൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു വാചകം, ദർ ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ, ഇതെല്ലാം പൊതുജനവും ജനറൽ ബോർഡിലുള്ള ആളുകളും കേട്ടതാണ്. അതുകൊണ്ടാണ് വിട്ടോ വണ്ടി എന്ന് പറഞ്ഞത് ബോംബെക്ക്. മനസ്സിലായോ? പിന്നെയും ഇങ്ങനെ തിരികാൻ വരല്ലേ. ആ സംഘടന ഇല്ലാതാക്കാതെ, ജനങ്ങൾക്ക് ആ സംഘടനയിലെ താരങ്ങളോടുള്ള ഇഷ്ടം നിങ്ങൾ ഇല്ലാതാക്കാതെ, പ്ലീസ് ഗെറ്റ് ലോസ്റ്റ്. അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. യൂഷ്വൽ സൈക്കോയിലേക്ക് പോകുന്നില്ല. ഒരു നോർമൽ ഒരു എന്താണ് ഹ്യൂമൻ ബീയിങ് അങ്ങനെ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് ഫ്രം ദാറ്റ് അസോസിയേഷൻ. വെറുതെ വിടൂ, അതിനെ നശിപ്പിക്കാതെ. ഇത്രയും കാലം നിങ്ങൾ കൊണ്ടുവരേണ്ട മറ്റേ സ്പോൺസർഷിപ്പ് ഒന്നും വേണ്ടായിരുന്നു. അതില്ലാതെ തന്നെ നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു അസോസിയേഷനാണത്. അത് അങ്ങനെ പൊക്കോളും. നിങ്ങൾ കൂടുതൽ മറ്റേ വലിയ ഫണ്ടൊന്നും കൊണ്ടുവന്നിട്ട് കൊണ്ടിരുന്നവർക്ക് 20% ആവശ്യമില്ല. നല്ല രീതിയിൽ പൊക്കോളും അത്. മനസ്സിലായില്ലേ ശ്വേത ചേച്ചി? നിങ്ങളുടെ നിരപരാധിത്വം ഇനി തെളിയിക്കാനൊന്നും ഇങ്ങോട്ട് വരണ്ട. എല്ലാവർക്കും നിങ്ങളുടെ നിരപരാധിത്വം മനസ്സിലായി കഴിഞ്ഞു. എനിക്ക് രാജിവെക്കാൻ അധികാരമുണ്ട്. എനിക്ക് എന്റെ അധികാരം കൈമാറ്റം ചെയ്യാൻ അധികാരമില്ല. ഞാൻ പറഞ്ഞ സാധനം പിടുത്തം കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഇത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് രാജിവെക്കാം. പക്ഷെ എനിക്ക് ഞങ്ങൾ പഴയ കമ്മിറ്റിക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനറൽ ബോഡിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ല ഒരു മിനിറ്റ് എഡോക്ക് ചെയ്യാൻ പറ്റും എന്നാണോ ജനറൽ ബോഡിക്ക്? അല്ല, മറ്റേ ബൈലോ, അമ്മയുടെ ബൈലോ പ്രകാരം ജനറൽ ബോഡിക്ക് എഡോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ എഡോക്കിന്റെ ഒരു മിനിറ്റ്, അല്ലല്ല, നോട്ട് വിത്തൗട്ട് കൈ അടിച്ച് പാസ്സാക്കാൻ. നോ വേ. അങ്ങനത്തെ ഒരു ഇത് പ്രീവിയസ് എഡോക്ക് അവര് 8-10 മാസം അവര് അതേ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മനസ്സിലായോ?
സാർ ചേച്ചി അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിലും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ലാലേട്ടനോടുള്ള വിശ്വാസം, അതുപോലുള്ളൊരു വിശ്വാസം നിങ്ങളോട് ഇപ്പോഴത്തെ ജനറൽ ബോഡിക്കില്ല. ക്ലീൻ ആയിട്ട് പറയാനാണെങ്കിൽ അത്രേ ഉള്ളൂ, കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. നേരത്തെ ലാലേട്ടനായിരുന്നു പ്രസിഡന്റ്. ലാലേട്ടൻ രാജിവെച്ചെങ്കിലും ലാലേട്ടൻ അവിടുന്ന് അങ്ങ് മറ്റേ എല്ലാവരെയും വെറുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആർക്കും അദ്ദേഹത്തെ വിശ്വാസമില്ലാത്തൊരവസ്ഥയോ അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആരും ഒരു ഒച്ചയമ്പോളം ഉണ്ടാക്കാതെ ലാലേട്ടൻ്റെ ഇതിൽ തന്നെ അഡ്ഹോക് കമ്മിറ്റി ഏകദേശം 10 മാസത്തോളം ഇരുന്ന് പുതിയൊരു ഇലക്ഷൻ ഫേസ് ചെയ്ത് പുതിയ ആൾക്കാർ വരുന്നത്, നിങ്ങളൊക്കെ കയറിയത്. പക്ഷെ നിങ്ങളെ അതുപോലെ വിശ്വാസമില്ല ജനറൽ ബോഡിയിലെ അംഗങ്ങൾക്ക്, ഭൂരിഭാഗം പേർക്കും. ഓക്കെ, അതുകൊണ്ടാണ് വിട്ടോ വണ്ടി എന്ന് പറഞ്ഞത്. പിന്നെ അതിനകത്തോട്ട് തിരികെ കയറ്റുക. ലാലേട്ടൻ്റെ ഇതിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ എന്താ ഇരുത്താത്തത്? എന്തിനാ കയറി ഇരുന്നിട്ട്? കിട്ടുന്ന ബാക്കിയുള്ള സമയം കൊണ്ട് മാക്സിമം കൈയിട്ട് വാരിയിട്ട് ഓടാനോ ബോംബയ്ക്ക്? താല്പര്യമില്ല, അതുകൊണ്ടായിരിക്കുമെന്നേ. ചേടാ ഇത് എനിക്ക് ഇരുന്നേ പറ്റത്തുള്ളെന്നും പറഞ്ഞിട്ടുള്ള ഒരു മൂഡാണല്ലോ ഇപ്പൊ ചേച്ചിയുടെ. ചേച്ചി പോയി, ചേച്ചി കയ്യിൽ നിന്ന് പോയി, മനസ്സിലാക്ക്, വീട് വണ്ടി ബോംബയ്ക്ക്. ഇതിന്റെ നിങ്ങൾ വീഡിയോ ബ്ലോഗ് കാണിച്ചാലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് രാജിവെച്ച് പോയി സാഹചര്യത്തിൽ ജനറൽ ബോഡി ഒരു അഡ്ഹോക് കമ്മിറ്റി ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇതിപ്പോ വരുന്ന വ്യാഖ്യാനം. അങ്ങനെയല്ലേ വരുള്ളൂ. ഓക്കെ പിഷു, അതെന്താ പിഷു, അപ്പോ ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി അഡ്ഹോക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ അഡ്ഹോക് ആയപ്പോ റൂള് വേറെ. അപ്പോ ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ദ അഡ്ഹോക്. പിന്നെ ഒരു ചെയർ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് ജഗദീഷ് ഏട്ടൻ? നോ 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 നോ, ജനറൽ ബോഡിന്റെ മുമ്പ് തന്നെ അവര് അഡ്ഹോക് ആക്കി. ജനറൽ ബോഡി ആര്? ഈ ലാലേട്ടനും ബാബുരാജേട്ടന്റെ, ലാലേട്ടൻ അല്ല ഞാൻ പറയുന്നത്, ബാബുരാജ്. ലാലേട്ടനെ പറ ചേച്ചി, എന്താ ലാലേട്ടനെ പറയാത്തെ? പറ, നല്ല കനത്തിന് കിട്ടും എല്ലാ സൈഡിൽ നിന്നും വളഞ്ഞിട്ട്. അതുകൊണ്ടല്ലേ കുട്ടാ ചേച്ചി. പിന്നെ ഈ സ്ത്രീകൾ ചേച്ചി പുലിക്കുട്ടിയാണെന്നാണല്ലോ കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ഒരാണാണ് അവള് പുലിക്കുട്ടിയാണ് അവള് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. പുതുക്കുത്തി എന്തിനാ പതുങ്ങുന്നേ, പേദിത്ത് പതുങ്ങുന്നേ? എന്താ സംഗതി? എന്താ? ജനങ്ങൾ മണ്ടന്മാരല്ല, വീണ്ടും ഞാൻ പറയുന്നു, ജനങ്ങൾ മണ്ടന്മാരല്ല. ബാക്കി ചേട്ടൻ എങ്ങനെ ആ മറ്റേ ഇപ്പൊ ലക്ഷ്മിപ്രിയ എന്തായാലും അമ്മേന്ന് പുറത്തു പോയി, അവള് റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വന്നു മെയിൽ കണ്ടു, നമ്മള് മെയിൽ കണ്ടു. ലക്ഷ്മിപ്രിയന്റെ ഓൾറെഡി മെയിൽ വന്നു കഴിഞ്ഞു. ഇതിന്റെ വീഡിയോ നമ്മുടെ ലക്ഷ്മിപ്രിയ നീന കുറുപ്പിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ അതന്നെ ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നടക്കുന്നത് പിഷു. എന്നിട്ട് എനിക്ക് ലക്ഷ്മിപ്രിയ എന്നെ വിളിച്ചിട്ട് നമ്മുടെ ഓഫീസിന്റെ വീഡിയോ എങ്ങനെ ലീക്ക് ആയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഇവര് ഇതുവരെ പാസ്വേഡോ താക്കോലോ ഒന്നും 11 ദിവസമായിട്ട് തന്നില്ല. ഞാൻ കുക്കുവിനെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സൗഹൃദമൊക്കെ ശരിയാണ്, നിങ്ങൾ നമ്മൾക്ക് ഈ സാധനം എടുത്തോ. ലക്ഷ്മിപ്രിയ ചേച്ചി ബാക്കിലൂടെ ഫോണൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? പിഷുമോനെ എടാ എങ്ങനെയാടാ അത് പോയത്? നമ്മുടെ ഓഫീസിനകത്തെ വീഡിയോ ക്ലിപ്പൊക്കെ എങ്ങനെയാടാ വെള്ളിപ്പോയത്? എന്താ ചേച്ചി പേടിയുണ്ടോ? അല്ല ഇത് മാത്രമൊന്നും അല്ല ചേച്ചി, വേറെ പലതും പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യം വരട്ടെ. അല്ല ആവശ്യം വരുന്ന ഒരു സമയം വരില്ല, ആവശ്യം വരട്ടെ എന്ന്. സമയം വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളോട്, ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ പേര് പറഞ്ഞ അപ്പം കയ്യിൽ നിന്ന് പോവുക. എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ തരിക്കുന്നു കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാഞ്ഞിട്ടേ ഒരു ബുദ്ധിമുട്ട്. പറയുന്നില്ല ചേച്ചി, ലക്ഷ്മിപ്രിയ ചേച്ചി പറയുന്നില്ല കേട്ടോ, ഒന്നും പറയുന്നില്ല. അവിടെ ഇരുന്നോട്ടെ, അല്ല കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ. ആവശ്യം വരികയാണെങ്കിൽ സമയമായാൽ അപ്പം മാത്രം ലക്ഷ്മിപ്രിയക്ക് വിളിച്ച് ചോദിക്കാം, ಮೊನ್ನೆ എങ്ങനെയാടാ അകത്തെ വീഡിയോ ഒക്കെ പുറത്തു പോകുന്നത്? ഇനിയുണ്ടോ പുറത്തു പോകാനായിട്ട് സാധനങ്ങൾ? ഉണ്ടോ ബാക്കി? അല്ലെങ്കിൽ അത് ഭീകരമായ കുഴപ്പമാണ്. നിങ്ങൾ നമുക്ക് എല്ലാ സാധനങ്ങളും എന്നോട് ഷെയർ പറഞ്ഞു, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കുക്കുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കിതിൽ പറ്റില്ല, ഞാൻ എഴുതിയിട്ട് തരുള്ളൂ. ഞാൻ താക്കോലും ക്യാമറയുടെ പാസ്വേഡും 2 ദിവസത്തിനകം തന്നില്ലെങ്കിൽ വേറെ വഴി നോക്കുന്നു പറഞ്ഞിട്ടാണ് നാളെ തരുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇതിന്റെ അവസ്ഥ.
അപ്പോ രണ്ട് കാര്യം പറയാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും? ബിക്കോസ് നമ്മൾ പറയും നമ്മുടെ അപ്പൊ ഞാൻ എന്റെ തലയിൽ എന്തായാലും എടുക്കൂല. നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സമയത്ത് കണക്കിന് കുഴപ്പമില്ലെന്നുള്ളതാണ് നമ്മുടെ നിരപരാധിത്വം. അല്ല, അതുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തുള്ള മറ്റേ കണക്കാണല്ലോ. കണക്കിന്റെ കാര്യം വരട്ടെ. ഈ കുക്കു പരമേശ്വരനൊക്കെ കീ കൊടുക്കുക ചേച്ചി, എന്തിനാ അതും കൈവച്ചോണ്ടിരിക്കുന്നത്? വിട്ടുകൊടുക്കില്ലല്ലേ അധികാരം, കടിച്ചു തൂങ്ങാനുള്ള. അയ്യോ, സമ്മതിക്കണം. അതൊക്കെ ലാലേട്ടൻ ഒരു കയ്യടി ആ മനുഷ്യന് കൊടുക്കണം. എനിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ വഴിക്ക് പോകാൻ പറഞ്ഞ് നീറ്റായിട്ട്. ഇത് കടിച്ചു തൂങ്ങി കിടക്കുക, എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ കണക്കിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇനി അതൊന്ന് കേൾക്കണം. എൻ്റെ പൊന്ന് ശ്വേത ചേച്ചി അങ്ങോട്ട് പ്രസിഡന്റായി കയറിയില്ലേ, ആ സമയം തൊട്ടുള്ള കണക്കാദ്യമേ ഒന്ന് കൊടുക്ക് കറക്റ്റായിട്ട്. വീണ്ടും അതിന് 45 ദിവസം ചോദിച്ച ടീമുകളല്ലേ നിങ്ങൾ, അത് കൊടുക്ക്. എന്നിട്ട് മറ്റേ ബാബുരാജിന്റെ ശരിയായില്ല, ബാബുരാജിന്റെ ഇപ്പോഴും അതാ പിടിച്ചോണ്ടിരിക്കുന്നത്. ബാബുരാജിന്റെ സ്വന്തമായിട്ടുള്ളതൊന്നും പറ്റത്തില്ല, ബാക്കിയുള്ളവന്റെ അല്ല. ബാബുരാജിന്റെ സമയത്ത് നമുക്ക് അറിയത്തില്ല, അതിനകത്ത് എന്തെങ്കിലും ഫ്രോഡ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കാണിക്കട്ടെ ചേച്ചി പറയുന്നത് പോലെ. ചേച്ചിക്കൊരു സമാധാനം. പക്ഷെ ചേച്ചി ഇത് പറയുന്നതിന് മുമ്പ് ചേച്ചിയുടെ സമയത്തുള്ളത് കാണിച്ചു കൊടുക്ക്. അതിന് പറ്റിയിട്ടില്ല ഇതിനായിട്ടും. ബാക്കി കേൾക്കാം നമുക്ക്. നമ്മള് തെളിയിക്കേണ്ടത് നമുക്ക് നമ്മളെ അവിടെ ഇരുന്നിട്ട് നമ്മൾക്ക് April 1 തൊട്ടിട്ട് March 31 വരയ്ക്കുള്ള കണക്ക്, അല്ലാതെ നമ്മള് ജൂൺ 20 കണക്കിൽ കുഴപ്പങ്ങളില്ലെന്നല്ലേ നിങ്ങൾ കുഴപ്പങ്ങളില്ലെങ്കിൽ നിങ്ങൾ നിരപരാധിയാണല്ലോ. അല്ലല്ല, നമ്മളുടെ കണക്കിലല്ല ഞാൻ പറഞ്ഞത്. ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നമ്മള് ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാണ് ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് തെറ്റുകളുണ്ട്. എന്റെ കണക്ക് നീട്ട കണക്ക്. ആരോടാ ഇത് പറയുന്നത്? ആദ്യമേ സ്വന്തം കണക്കുകളൊന്ന് കാണിക്ക്, അതൊന്ന് കാണിക്ക്. 20% കമ്മീഷൻ ആര് സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നാലും അത് പറഞ്ഞ ടീമല്ലേ നിങ്ങൾ. കൂടുതൽ കഥ പറയല്ലേ ഇവിടെ ഇരുന്ന്, കൂടുതൽ കഥ പറയല്ലേ. പിന്നെ ചേച്ചി സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്തത് ആയതുകൊണ്ടാണ് ഭയങ്കര നല്ല കുട്ടിയാവാൻ ശ്രമിക്കുന്നത്. ഇത് വേറൊരാൾ ചേച്ചിയോട് സംസാരിക്കുമ്പോഴാണ് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പൊന്ന് ചേച്ചി തീർന്നേനെ ചേച്ചി. കേട്ടോ, അതും കൂടെ ആലോചിക്കും. ചേച്ചിയുടെ റെക്കോർഡിങ്ങിൽ തന്നെ ചേച്ചി ഇത്രയും മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഓഡിറ്റ് പാസ്സായി പോയി കഴിഞ്ഞ ഓഡിറ്റാണ്. ഞാൻ കമ്മിറ്റിക്കാണ് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കമ്മിറ്റിക്ക് അല്ല. ബാബുരാജ് ഏട്ടൻ അത് മറ്റേ മിനിറ്റ്സിൽ എഴുതി തരണം. എന്തുകൊണ്ട് മറ്റേ കുക്കു പറഞ്ഞത് ബാബുരാജ് ഏട്ടനോട് ചോദിച്ചപ്പോ ബാബുരാജ് ഏട്ടൻ പറഞ്ഞു ഞാൻ എഴുതി തരില്ല. നമ്മുടെ പ്രീവിയസ് ഈ ജൂൺ 22 2025 അല്ലേ ജനറൽ ബോഡി നടന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ August 15 ഇലക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ബാബുരാജ് ഏട്ടൻ അവിടെ ഓൾറെഡി 1 വർഷമായിട്ട് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത് ഡോക്കായിട്ട്. അപ്പൊ എന്തുകൊണ്ട് ആ റൂള് എന്തുകൊണ്ട് നമുക്കും അതന്നെ ഇതെല്ലാം അടുത്തത് ഇലക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരുത്തിയാ മതിയിരുന്നു. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയില്ലേ. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തോന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, അങ്ങനെ അന്ന് അവര് ചെയ്തു, സംഘടന ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അഡ്വോക്ക് കമ്മിറ്റി ഒരു പോളിസി ഉണ്ടാക്കാം. അല്ല അഡ്വോക്കല്ലല്ലോ, ഞാൻ പിഷുവിന്റെ മുകളിലല്ല പറയുന്നത്. പിഷു അല്ല, ഞാൻ പറയുക നിങ്ങൾ ചെയ്തത് ചെയ്തു എന്നുള്ളത് എനിക്കും അറിയാന്നേ. എനിക്കറിയാം അഡ്വോക്ക് കമ്മിറ്റിക്ക് ഒരു പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല. ബേസിക്കലി എനിക്കും എൻ്റെ കുറച്ച് കമ്മിറ്റി മെമ്പേഴ്സ് അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അല്ലേ? അല്ല, നിങ്ങൾക്ക് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ കഴിഞ്ഞില്ലേന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പൊ പിന്നെ കഴിഞ്ഞില്ലേന്ന്? ചേച്ചി, കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരികെ കയറണം, അതാണ്. അപ്പൊ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ? ചേച്ചിക്ക് നിരപരാധിത്വം തെളിയിക്കാനൊന്നും അല്ല, എങ്ങനെയെങ്കിലും അതിനകത്തോട്ട് തള്ളിക്കയറണം, എന്നിട്ട് കുറച്ചും കൂടി അതിനകത്ത് ഇരിക്കണം, എന്നിട്ട് എന്തൊക്കെയോ പരിപാടികൾ തീർക്കാനുണ്ട്. ആർക്കൊക്കെയോ കൊടുത്തിരിക്കുന്ന വാക്കുകൾ മനസ്സിലായില്ലേ, പ്രോമിസുകൾ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി മാത്രം അതിനകത്തോട്ട് തള്ളിക്കയറാൻ വേണ്ടി കാണിക്കുന്ന കാട്ടായമായിട്ട് മാത്രമേ ഈ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം.
ഇല്ലെങ്കിൽ ആ ലാസ്റ്റ് പറഞ്ഞത് എന്താ? അപ്പം പിന്നെ തീർന്നില്ലേ? അതിൽ നിന്ന് തന്നെ മനസ്സിലായി അവരുടെ ഉദ്ദേശം തിരിച്ച് കയറണം. ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അന്ന് തിരിച്ച് ഒന്നും പറയാനില്ല, മുണ്ടാട്ടം മുട്ടി, അപ്പം ഇറങ്ങി ഓടിയതാ. ഇപ്പം എങ്ങനെയെങ്കിലും തിരിച്ച് കയറണം. എൻ്റെ പൊന്നു ശ്വേത ചേച്ചി, വിട്ടുപോ, ജനങ്ങൾ മണ്ടന്മാരല്ല. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന മല്ലിക ചേച്ചിയെ പോലുള്ളവർ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണെന്ന്. ഇവരുടെ ഈ വോയിസ് ഒക്കെ ഒന്ന് കേട്ടാൽ മതി, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അടുത്ത ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഇല്ലെങ്കിൽ ഇനിയിപ്പം നമ്മൾ സ്ത്രീകൾക്കെതിരെ എന്ന് പറയും. അതുകൊണ്ടാണ് അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ തന്നെ ആവട്ടെ, പ്രസിഡൻ്റായി വരട്ടെ, പക്ഷേ ഇതുപോലെ ആവരുത്. വൃത്തിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റണം കാര്യങ്ങൾ. ഈ അവിടുന്ന് ഇവിടുന്ന് സ്പോൺസർഷിപ്പ് മേടിച്ച് അതിനകത്തുനിന്ന് 20% കൊണ്ടുവരുന്നവരും എടുത്ത് ഇതൊക്കെ എടുത്ത് ദൂരെ കളയണം. ഇത്രയും കാലം എങ്ങനെയാണോ നടന്നു പോയിക്കൊണ്ടിരുന്നത് അതുപോലെ നടത്താൻ ആർക്കെങ്കിലും പറ്റിയാൽ, അതൊരു സ്ത്രീക്ക് തന്നെ പറ്റിയാൽ നല്ല കാര്യമായിരിക്കും, ഗംഭീരമായിരിക്കും. എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യും. നിങ്ങൾ ചെയ്യില്ലേ? കുറേ പേര് പറയുന്നുണ്ട് സ്ത്രീ വേണ്ട പുരുഷൻ മതി. അങ്ങനൊന്നും ഇല്ലടോ, എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ, അവരും ചെയ്യണം. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഇതുപോലുള്ള ഊടായ്പകളൊന്നും വരരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ബോംബെക്കാർ വേണ്ട, കേരളക്കാർ മതി, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഇനി നമുക്ക് മല്ലിക ചേച്ചിയിലേക്ക് പോവാം. മല്ലിക ചേച്ചി മോശമായിപ്പോയി. എന്നെയൊക്കെ വേണമെങ്കിൽ 2 പച്ചത്തറി പറഞ്ഞു, കുഴപ്പമില്ല, ഇരുന്ന് കേൾക്കാം. എന്തിനാ ഈ ഇതൊന്ന് കേട്ടോണേ നിങ്ങൾ? പിന്നെ ഇവിടുത്തെ ട്രോളർമാരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്, നിരത്തി പിടിച്ച് ആദ്യം ഒരാളെ കിട്ടി, എന്താ രേണു സുധി, അതിനെന്തോ അസുഖമാണ്, എനിക്ക് സത്യത്തിൽ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല, അതിനെന്തോ അസുഖമാണെന്ന് പറഞ്ഞു, അതിനെ കുറച്ച് ദിവസത്തേക്ക് വിട്ടു. അപ്പൊ ലക്ഷ്മിപ്രിയയെ കിട്ടി, അത് കഴിഞ്ഞ് അൻസിബയെ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും രേണു സുധി ഒരു ആരോഗ്യമൊക്കെ ഏതാണ്ട് തിരിച്ചു വന്നപ്പോൾ ഇന്നലെ തൊട്ട് പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ കുടുംബത്തിലേക്ക് കയറുക. എന്താണ് ഈ ചെറുപ്പക്കാര് അവിടെ നിന്ന് ഇറക്കി വിട്ട ഈ എന്താണ് ആ കുട്ടിയുടെ പേര് അതില്ലയോ, ആ കുട്ടിയെ പറ്റിയോ ഈ സെക്യൂരിറ്റി കാണിച്ച തെറ്റാണോ ശരിയാണോ അതോ ഒരു നാടകമാണോ, ആരുടെയെങ്കിലും ഒരു ഇതൊക്കെ ഇവരെ ഇതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് ആരാണ്? അപ്പൊ ഞങ്ങളെ പോലുള്ള വയസ്സായവര് ഇതിന്റെ പിന്നിലെല്ലാം ചില PR വർക്കുകളും കാശ് വാങ്ങിച്ച് ജോലി ചെയ്യാനായിട്ട് ഏർപ്പെടുത്താനുള്ള ഒരു സംഘം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്താണ് മോനെ തെറ്റ്? എന്താ ചോദിക്കാത്തത്? നിങ്ങളടക്കം ചോദിക്കേണ്ടതല്ലേ അവിടെ ഇറങ്ങിപ്പോയാ. 10 പൈസ ഈ വിഷയത്തിൽ ഞാൻ കാശ് മേടിച്ചിട്ടാണ് തെളിയിക്കാൻ പറ്റിയാൽ ഈ വിഷയത്തിൽ എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ അവിടെയുള്ള സങ്കടം തോന്നിപ്പോയി. ഈ വിഷയത്തിൽ 10 പൈസ മേടിച്ചാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നതെന്നോ ആർക്കെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ ഈ പരിപാടി ഞാൻ നിർത്തും. ഈ വിഷയത്തിൽ മനസ്സിലായോ? അല്ല, ആര് പൈസ തന്ന് ചെയ്യിപ്പിക്കാനാ? എന്താ ഈ പറയുന്നത്? അതുപോലെ തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോയ അവിടുത്തെ മാനേജർ കുക്കു പരമേശ്വരൻ, പിന്നെ കുക്കു പരമേശ്വരൻ കുക്കു, പിന്നെ നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞതാ മല്ലിക ചേച്ചി. ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വീഡിയോകൾ ചെയ്തതാ. 2-3 മാസമായില്ലേ ഇത് തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാ കണ്ടന്റും. ഇനിയിപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് പല എക്സ്ക്ലൂസീവ് സാധനങ്ങൾ കൊണ്ടുവന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പല ആൾക്കാർ അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? പലതും തപ്പി തേടി തന്നെ പോയി എടുക്കുന്നതാ. ഓക്കെ, അതെൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. കഷ്ടപ്പെട്ട് തന്നെ പലതും കണ്ടെത്തുന്നത്, ഇരുന്ന് സംസാരിക്കുന്നത്. പിന്നെ രേണു, ഞാൻ ആരുടെയും പേഴ്സണലി അവരുടെ വീട്ടിലോട്ട് കയറി ചെന്ന് അവരുടെ വീട്ടിലെ കുടുംബകാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കാറുണ്ട്. രേണുവിൻ്റെ കേസിലും അതേ ചെയ്തിട്ടുള്ളൂ ഇത്രയും കാലവും. ഇന്നലെയോ ഞാൻ തോന്നുന്നത് അവസാനമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അവരുടെ മകൻ വന്നിട്ട് കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഒരു പരിധി വിട്ട് ആ സ്ത്രീയെയോ ആ പയ്യനെയോ തെറി പറയാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഓക്കെ, ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഇപ്പോൾ ലക്ഷ്മിപ്രിയയുടെ കേസാണെങ്കിലും ഞാനിതിനായിട്ട് അവരെ മോശമായിട്ട് മറ്റേ തെറി വിളിക്കുകയോ അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യം എന്താ? എനിക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറേ പ്രൂഫുകൾ, നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുമ്പോൾ അത് ജനങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ഈ കാണിക്കുന്നതിനകത്തൊക്കെ ഇല്ലെങ്കിൽ ഈ കേൾക്കുന്നതിനകത്തൊക്കെ സത്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് മല്ലിക ചേച്ചി? ഇനി നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ അത് പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ? സത്യങ്ങൾ ജനങ്ങൾ അറിയുമല്ലോ എന്നുള്ളൊരു പേടി, അതിൻ്റെ പുറത്താണോ ഈ പരിപാടി കാണിക്കുന്നത്? എനിക്ക് സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല. ചേച്ചിക്ക് രേണുവിനെ പറ്റി പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ ഒന്ന് അറിയുക, എന്നിട്ട് അവരുടെ പേര് വലിച്ചഴയ്ക്കാമായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് നല്ല സീരിയസ് ആണ്. മനസ്സിലായോ? തീരെ വയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഓക്കെ, അവർക്കൊരു അസുഖം, അതെന്ത് അസുഖമാണെന്നെങ്കിലും മല്ലിക ചേച്ചിക്ക് അറിയോ? ക്യാൻസർ എന്ന് പറയും. അങ്ങനെ ഒരാളുടെ പേര് എന്തിന് വലിച്ചഴച്ചു? ഈ ഒരു വെറും വൃത്തികെട്ട, അവരും
വേണ്ട, ഞാൻ പറയുന്നില്ല, അവരെ പറ്റി ഞാൻ അങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നില്ല. അത്ര മറ്റേ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട, നടക്കത്തില്ല. ഈ ഒരു കാര്യത്തിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു മല്ലിക ചേച്ചിയെ പോലുള്ള ഒരാൾ. നമ്മൾ അവരുടെ ചെയ്യുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അൻസിബ, പിന്നെ ലക്ഷ്മിപ്രിയ. അൻസിബയുടെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ആദ്യമേ അൻസിബയുടെ സൈഡിൽ നിന്നിട്ടില്ല. ആദ്യമേ ഈ ഒരു വിഷയം എടുത്തു വെച്ച് കംപ്ലീറ്റ്ലി പഠിച്ചതിന് ശേഷമാണ് അൻസിബയുടെ സൈഡിലോട്ട് പോയത്, ശരി എവിടെയാണെന്ന് മനസ്സിലായപ്പോൾ. അല്ല, അതിനെന്താണ് ഇപ്പം ഇത്ര പ്രശ്നം? ചില വിഷയങ്ങൾ വരുമ്പോൾ ഒരാളുടെയും സൈഡ് ഞാൻ നിൽക്കാറില്ല, 2 സൈഡിൽ നിന്ന് സംസാരിക്കാറുണ്ട്. ഈ വിഷയത്തിലും തുടങ്ങിയത് അങ്ങനെയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പിടികിട്ടി. അപ്പോൾ ഒരാളുടെ സൈഡിലോട്ട് നിന്നേ പറ്റുള്ളൂ. അങ്ങനെ നിന്ന് തന്നെയാണ് ഇപ്പം സംസാരിക്കുന്നത്. അതിനെന്താണ് ഇപ്പം ഇത്ര പ്രശ്നം? എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്നോടുള്ള പ്രശ്നം എന്നോട് തീർക്കുക, ചാനലിനോടല്ല തീർക്കേണ്ടത്. അല്ലെങ്കിൽ ആ ചാനലിൽ ചെയ്തിരിക്കുന്ന വേറെ കണ്ടന്റുകളിൽ ഉൾപ്പെടുന്ന ആളുകളെ അവരെ വെച്ചിട്ടല്ല ചെയ്യേണ്ടത്, എന്നോട് നേരിട്ട് തീർക്കുക. ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.